വീണ്ടും വാർത്തയിലേക്ക്. തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗം അലങ്കോലമാക്കാൻ ശ്രമിച്ച 10 കൗൺസിലർമാരെ സസ്പെൻഡ് ചെയ്തു. 2 കൗൺസിൽ യോഗത്തിൽ നിന്നാണ് സസ്പെൻഡ് ചെയ്തത്. ലെവിൻ കെ വിജയൻ ചേർന്നു വിവരങ്ങളുമായി. ലെവിൻ, ആരെയൊക്കെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഏതൊക്കെ പാർട്ടികളിലെ അംഗങ്ങളെയാണ്, കൗൺസിലർമാരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്? വിവരങ്ങൾ എന്തൊക്കെ? ലക്ഷ്മി, കോൺഗ്രസ് അംഗങ്ങളായിട്ടുള്ള കൗൺസിലർമാരെയാണ്, പ്രതിപക്ഷ നേതാവിനെ അടക്കമാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെ ചേർന്ന കൗൺസിൽ യോഗത്തിന് മുന്നോടിയായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ റോഡിലെ കുഴിയിൽ വീഴാതെ സ്കൂട്ടർ വെട്ടിച്ചു മാറ്റിയ യുവാവ് ബസ്സിനടിയിൽപ്പെട്ട മരണപ്പെട്ട സംഭവത്തെ തുടർന്ന് കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധവുമായി എത്തിയിരുന്നു. ചുവന്ന മഷി തലയിലൊഴിച്ച് പ്രതീകാത്മക പ്രതിഷേധം നടത്തുകയും പിന്നാലെ കൗൺസിൽ യോഗത്തിൽ പ്രവേശിച്ച് കൗൺസിൽ യോഗം ബഹളം ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നടപടിയുണ്ടായിരിക്കുന്നത്. മേയർ എം കെ വർഗീസാണ് 10 അംഗങ്ങളെ, പ്രതിപക്ഷ നേതാവ് അടക്കം 10 കോൺഗ്രസ് അംഗങ്ങളെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. രാജൻ ജെ പല്ലൻ, ജോൺ ഡാനിയൽ, ലാലി ജെയിംസ്, മുകേഷ് കൂളപ്പറമ്പിൽ, ജയപ്രകാശ് പൂവത്തിങ്കൽ, സുനിത വിനു, രാമനാഥൻ, ഗോപകുമാർ, സുനിൽ രാജ്, ശ്യാമള മുരളീധരൻ തുടങ്ങിയ കോൺഗ്രസ് കൗൺസിലർമാരെയാണ് സസ്പെൻഷൻ ചെയ്തിരിക്കുന്നത്. നേരത്തെ ഇന്ന് നടന്ന പ്രതിഷേധത്തിൽ BJP അംഗങ്ങളും ഇതോടൊപ്പം തന്നെ മേയർക്കെതിരെ പ്രതിഷേധവുമായി എത്തിയിരുന്നു. കൊലയാളി മേയർ രാജിവെക്കുക, അതോടൊപ്പം തന്നെ മേയർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് കോൺഗ്രസും BJPയും പ്രതിഷേധിച്ചത്. മേയർക്ക് ഈ പ്രതിഷേധത്തിനിടയിൽ സംരക്ഷണം തീർത്ത് LDF അംഗങ്ങളും ഒപ്പം വന്നിരുന്നു. ഏതായാലും ഈ സമീപകാലത്ത് തൃശൂർ കോർപ്പറേഷൻ ഉണ്ടാകാത്ത അസാധാരണമായ ഒരു നടപടിയാണ് 10 കോൺഗ്രസ് അംഗങ്ങളെ ഒരുമിച്ച് ഒരു യോഗത്തിന്റെ ബഹളമുണ്ടാക്കി എന്നുള്ള കാരണം പറഞ്ഞ് 2 കൗൺസിൽ യോഗങ്ങളിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിനെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ നാളെ അടക്കം വലിയ പ്രതിഷേധങ്ങൾക്ക് കൂടി പദ്ധതി ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലക്ഷ്മി, ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തൃശൂരിൽ നിന്ന്.